ഇരിക്കട്ടെ. ഇന്ന് ഹൈദരാബാദിൽ ചാർമിനാറിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഒരു ലൈവിലേക്ക് വരുവാൻ പറ്റിയത്. യോശുവയുടെ പുസ്തകം അതിന്റെ 24:15 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. യോശുവ പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പ്, എല്ലാവരും ആ തെരഞ്ഞെടുത്തതിനെ മണ്ടത്തരമെന്ന് പറഞ്ഞപ്പോൾ യോശുവ പറയുന്നുണ്ട്, യോശുവ 24:15, നിങ്ങൾ ഏത് വഴി വേണേലും തെരഞ്ഞെടുത്തു, ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ ദൈവത്തെ ഞാൻ സ്നേഹിക്കും, ദൈവത്തെ ഞാൻ അംഗീകരിക്കും, ദൈവത്തിന് ഞാൻ സ്ഥാനം കൊടുക്കുമെന്ന് ഒരു വ്യക്തി എഴുതിയപ്പോൾ ആ വ്യക്തി ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കഴിയും. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഹൈദരാബാദിൽ ചാർമിനാറിന്റെ മുമ്പിലാണ്. ചാർമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മിനാർ, ചാർമിനാർ, 4 പുറകിൽ കാണാം ആ സ്തൂപങ്ങൾ, ഏകദേശം 50 മീറ്ററോളം ഉയരമുള്ള 4 ഗോപുരങ്ങൾ. ഇത് 1591 ഒരു വ്യക്തി തീരുമാനിച്ചു. സുൽത്താൻ അലി ഖുവാമത്ത് എന്ന പേരുള്ള ഒരു സുൽത്താൻ തീരുമാനിച്ചു. അന്നത്തെ കാലത്ത് ഇതിന് തക്ക ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ പണിയാൻ പോവാണ്. അങ്ങനെ 1591 മനോഹരമായ ഈ ചാർമിനാർ നിങ്ങൾക്ക് കാണാം, ചാർമിനാർ കാണാം. അപ്പോൾ ഇത് ഇന്ന് പറയാനുള്ള കാര്യം എന്താ? ഒരു മനുഷ്യൻ അവൻ തെരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും അവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്കും ദൈവം തെരഞ്ഞെടുത്ത് അതിൽ നിൽക്കുവാനുള്ള ഒരു ശക്തി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന തീരുമാനമെടുക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിന്നാൽ അത് അത്ഭുതമായി മാറും. അതാണ് ഞാൻ ഇപ്പൊ കാണിക്കാം. ഞാൻ നിൽക്കുന്നത് ചാർമിനാറിന്റെ മുമ്പിലാണ്. ഇവിടെ അനേകായിരങ്ങൾ ദിവസവും വരുന്നു. ഇന്ന് കാണാം, ഇതാണ് യഥാർത്ഥത്തിൽ ചാർമിനാർ. ഒരു സുൽത്താൻ 1591 അദ്ദേഹം എടുത്ത തീരുമാനമാണ് ഇന്ന് ഇതിന്റെ മധ്യത്തിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് 2025 വരുമ്പോഴും ഇന്നും ഞാൻ നിൽക്കുന്നത് രാവിലെ സമയത്താണ് നിൽക്കുന്നത്, പകൽ സമയത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഓക്കെ. ഞാനിവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഇന്ന് ഞാനിവിടെ എത്തുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണോ ഇവിടെ വലിയൊരു ആൾക്കൂട്ടം. ഇവിടെ നോക്കി, ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് ഇവിടെ ഒരു പാർട്ടി മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തി ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് തെരഞ്ഞെടുത്തപ്പോൾ ഒന്ന് നോക്കി, 1591 ഇത് പണിയാനുള്ള ഒരു സാഹചര്യവും യഥാർത്ഥത്തിലില്ല. 50 മീറ്റർ ഉയരത്തിലുള്ള 4 ഗോപുരങ്ങൾ പണിത് മനോഹരമായി. ഇന്ന് 600 വർഷമോ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് ആൾക്കാർ രാവിലെ വൈകിട്ടോട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ കാലങ്ങൾ എത്ര പോയാലും ആ തീരുമാനം ശക്തമായ തീരുമാനം. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 7:24 കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യർ 2 പേർ ഒരു പണി തെരഞ്ഞെടുത്തു. ഒരാൾ ഒരു വീട് പണിതപ്പം അവിടെ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് പണി തീർന്നു, മണലിന്മേലായിരുന്നു പണി. പക്ഷെങ്കില് ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ പാറമേൽ അടിസ്ഥാനപ്പെടുത്തിയാണ് പണിതത്. ഇന്ന് ഇതിന്റെ ഇത്രയും വർഷം ഇത് നിൽക്കുമ്പോ ഇത് നല്ല ഉറപ്പുള്ളിടത്ത് പണിത. അല്ലെങ്കിൽ ഹൈദരാബാദിൽ എന്തെല്ലാം കാറ്റ്, പ്രതികൂലം, തടസ്സം, മഴ ഒക്കെ വന്നു. പക്ഷെങ്കിൽ ഒന്നിൽ ഇത് വീണില്ലല്ലോ. അതിന്റെ അർത്ഥം ഇത് നല്ല ഉറപ്പില്ല പണിതേക്കുന്നത്. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നമ്മള് ദൈവസന്നിധി, യോശുവ പറഞ്ഞു, നിങ്ങൾ ഈ ഓരോന്ന് കാണുന്നതിലാ പണിയുന്നത്. പക്ഷെ യോശുവ പറഞ്ഞു, ഞാൻ കാണാത്ത ദൈവത്തിലാ പണിയുന്നത്. അതുകൊണ്ട് അവര് പറയുന്നത്, നദിക്കരയിൽ വെച്ച് നിങ്ങൾ ഇതിനെതിരെ തീരുമാനമെടുത്താലും നിങ്ങൾക്ക് എവിടെ വേണേലും പോവാം, പക്ഷെങ്കിൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് നമുക്ക് കാണാം, ഞാൻ അതൊന്നുകൂടെ എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, എത്രയോ 10,000 ലക്ഷങ്ങളായി ഇത് വന്ന് ഈ ഒരു വ്യക്തി എടുത്ത തീരുമാനം അത് കാണാൻ 10,000 ലക്ഷങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവവചനത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത്
ഞാൻ അല്പം വെളിച്ചം കൂടുന്നു. ഓക്കെ, ദൈവവചനപ്രകാരം നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുമെന്നേ. നമ്മുടെ കുടുംബത്തെ പറ്റി, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി, നമ്മുടെ ഭാവി, നമ്മുടെ ശുശ്രൂഷ, ബിസിനസ്, ജോലി, എന്തും ആയിക്കോട്ടെ, അതിനെപ്പറ്റി ദൈവസന്നിധിയിൽ നമ്മൾ ഒരു ഉറച്ച തീരുമാനം എടുത്തു, അത് നിലനിൽക്കും. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. മനോഹരമായ ചാർമിനാർ, മനോഹരമായ 1591 ഒരു രാജാവ് എടുത്ത തീരുമാനമാണ്. ഈ മനോഹരമായ ഈ ചാർമിനാർ ഇവിടെ ഉണ്ടായതുപോലെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അടുത്ത 1000 തലമുറകൾ വരുമ്പോ അവര് പറയണം, എന്റെ വല്യപ്പച്ചൻ, എന്റെ വല്യമ്മച്ചി അന്നെടുത്ത ദൈവമൊത്ത് ഒരുമിച്ച് ജീവിക്കാൻ എടുത്ത ആ തീരുമാനത്തിലാണ് ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയണം. ഇന്ന് അനേകർ ഇത് പറയുമ്പോ ഞാൻ ഈ ലൈവിലേക്ക് എടുക്കുമ്പോ പോലീസുകാരും ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. കാര്യം ഇവിടെ ഒരു പാർട്ടി മീറ്റിംഗ്, അവരെല്ലാം ഇങ്ങനെ ശ്രദ്ധയോടെ ഇത് കേട്ടോണ്ടിരിക്കും. ഇവിടെ വരുന്നവരൊക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, കേട്ടോണ്ടിരിക്കുക. ഒരുപക്ഷെ അവർക്ക് ലാംഗ്വേജ് പിടികിട്ടുന്നില്ല, എങ്കിലും യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവിടെ വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ ലജ്ജിക്കത്തില്ല. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒന്നേ പറയത്തുള്ളൂ, മനുഷ്യൻ എടുക്കുന്ന തീരുമാനം. നമുക്കറിയാം, ഹന്ന ഒരു തീരുമാനമെടുത്തു ദൈവസന്നിധിയിൽ. ഹന്ന തീരുമാനം എന്താ എടുത്തത്? എനിക്ക് മക്കളില്ല, പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ എഴുന്നേക്കണമെങ്കിൽ എനിക്കൊരു മകനെ വേണം. അവിടെ എഴുതിയിരിക്കുന്നത് ഹന്നായുടെ ആ പ്രാർത്ഥനയെ ദൈവം അംഗീകരിച്ചു. അതുപോലെ നമുക്ക് പല വ്യക്തികളെ ദൈവവചനത്തിൽ കാണാം. അതാ ഇന്ന് ഞാൻ പറയാൻ വന്നത് അതാണ്. നമ്മുടെ സാഹചര്യങ്ങൾ മോശമായിരിക്കുമ്പോ തന്നെ നമ്മള് സാഹചര്യങ്ങൾക്കെതിരെ പറയണം. ദാവീദ് എന്താ, ഗോലിയത്ത് മുന്നേ നിൽക്കുക. പക്ഷെ ഗോലിയത്ത് നിൽക്കുമ്പോ തന്നെ പറയാ, ഞാൻ ദൈവത്താൽ ഞാൻ നിന്നെ നേരിടാൻ പോവാ. ഇന്ന് നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആകുന്നെങ്കിൽ ഒരു ഏസോ നോയോ ഇടാമെങ്കിൽ എനിക്ക് അറിയാം. ഇവിടെ മൈക്ക് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ ശക്തമായിട്ട് വേണം ഞാൻ എന്റെ ശബ്ദം കേൾക്കാമോ? തോമസ് ബ്രദറെ, ശബ്ദം കേൾക്കാമോ? മിനി സിസ്റ്റർ കേൾക്കുന്നുണ്ട്. ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? പുറയിലുള്ള ശബ്ദം നമുക്ക് വിഷയമല്ല, മുമ്പിലുള്ള എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നെന്ന് കരുതും. ഓക്കെ. അപ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവവചനത്തിലുടനീളം നമ്മൾ കാണുന്നത് ദൈവത്തോ ചേർത്ത് തീരുമാനമെടുത്തവർ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഷൈനി സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ 2 മെമ്പർ ഓഫ് പാർലമെന്റ് വരുന്നു, ഒരു മന്ത്രിയുണ്ട് ഇവിടെ. ഓക്കെ, അതാണ് ഇത്രയും സെക്യൂരിറ്റി ഇവിടെ. ഓക്കെ, അപ്പോൾ 1591 ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്തത് കാണാൻ ഇന്ന് വലിയ പാർട്ടി മീറ്റിങ്ങുകൾ പോലും ഇവിടെയാണ് വെച്ചേക്കുന്നത്. കാര്യം ഇത് ചിലതിന്റെ പുതിയ തുടക്കങ്ങൾ. അങ്ങനെയാണെങ്കിലോ ഇന്ന് ഞാനിപ്പോ ഒരാളോട് ചോദിച്ചു, ഇവിടെ എന്താ? അപ്പൊ പറഞ്ഞത് എന്തോ തുടങ്ങാൻ പോവാന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നത് വേൾഡ് ക്രിസ്ത്യൻ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ്. അത് വൈകിട്ടേ ഉള്ളൂ, വൈകിട്ട് 2 മണി മുതൽ 9 മണി വരെ. പകലുള്ള സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇവിടെ കാല് കുത്തുമ്പോ എന്തോ ഒരു പുതിയതൊന്ന് എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു, എന്റെ ശുശ്രൂഷയിൽ ഒരു പുതിയതെന്തോ നടക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഈ വലിയ കോൺഫറൻസ്, ഇന്നലെ 1,00,000 പേരോളമുള്ള കോൺഫറൻസ്, പാസ്റ്റർ ക്രിസ് അദ്ദേഹത്തിന് ഇന്നലെ വരാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് അദ്ദേഹം വരും. പക്ഷെങ്കിൽ അതൊരു വിഷയമല്ല. ആ കൂട്ടായ്മകളൊക്കെ ഭയങ്കര ആരാധന, ദൈവവചനമൊക്കെ ഭയങ്കര ശക്തമായിരുന്നു. അപ്പോ അവരുടെ മീറ്റിങ്ങുകൾ വളരെ ശക്തമാകുന്നു, ശബ്ദം കൂടുന്നുണ്ട്. അപ്പൊ എന്റെ ശബ്ദം അതിലും കൂടുതൽ ഉയർത്തി ഞാൻ പറയാണ്, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് ഞാൻ വീണ്ടും പറയാണ്, ദാവീദ് പ്രശ്നത്തിന് മുമ്പേ പറഞ്ഞു, ഞാൻ ഇതിനെ യേശുവിന്റെ ദൈവത്താൽ ജയിക്കുമെന്ന് പറഞ്ഞു. ഹന്ന പ്രാർത്ഥനയിൽ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വിഷയം മാറിയിട്ട് വിശ്വാസം പറയാൻ നിൽക്കരുത്. യോശുവ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങോട്ട് വേണേലും പോകും, പക്ഷെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇന്ന് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് അവിടെ വലിയ പാർട്ടി മീറ്റിങ്ങുകളുടെ വലിയ ഒരുക്കങ്ങളാണ്. അവര് പുറകെ വരുന്നുണ്ട്. അതിനു മുമ്പേ ഞാൻ നടക്കുകയാണ്. അപ്പൊ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ജീവിത വിഷയങ്ങൾ മാറിയിട്ട് ദൈവത്തെ സ്തുതിക്കാൻ നിൽക്കരുത്. ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത്
ജീവിത വിഷയങ്ങൾ ഉള്ളപ്പോ തന്നെ അവർ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ അനവധി വിഷയങ്ങളിൽ കൂടി ആയിരിക്കും പോകുന്നത്, അനവധി പ്രതികൂലങ്ങളിൽ കൂടി ആയിരിക്കും, പല ചോദ്യചിഹ്നങ്ങളും ഉണ്ടായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടെ, ശാരീരികമായ ബലഹീനതകൾ, തലമുറകളെ പറ്റിയുള്ള വിഷയങ്ങൾ പലത് കാണുമായിരിക്കും. പക്ഷെ പേടിക്കണ്ട, ദൈവം കൈവിടത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ സമയം ഞാൻ ഇങ്ങനെ ഈ ഹൈദരാബാദിൽ പല സ്ഥലങ്ങളിൽ പോവും. ഞാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തരുന്ന ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. ഇവിടെ എനിക്ക് ഒത്തിരി മുസ്ലിം സഹോദരന്മാരെ എനിക്ക് കിട്ടി, എനിക്ക് ഫോട്ടോ എടുത്തു തരാന്, എന്റെ ലൈവിൽ എന്നെ സഹായിക്കാന് ഒത്തിരി സഹോദരന്മാരെ കിട്ടി. അവരോടൊക്കെ ഞാൻ യേശു ഉണ്ടെന്ന് പറഞ്ഞു, യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായപ്പോ, അത് ഞാൻ ലൈവ് എടുത്തിട്ടു, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായപ്പോ ഞാന് അത് എന്ന് പരിഹരിച്ചു. രണ്ടുപേരും തമ്മിൽ വഴക്ക്. ഞാന് കയറിയ ഓട്ടോയും എന്നെ കണ്ട് വിളിച്ച് ഓടി വന്ന ഒരു ഓട്ടോക്കാരൻ തമ്മിലുള്ള വലിയ വഴക്ക്. എന്റെ കുഞ്ഞുങ്ങള് പോന്നു. എല്ലാം ഇന്നത്തെ ലൈഫ് ഭയങ്കര കളർഫുൾ ആണല്ലോ. പോലീസുകാര് എല്ലാരും നോക്കുന്നുണ്ട്. ഞാൻ ഈ ലൈവ് എടുക്കും, ഒരു കുഴപ്പമില്ല. ജീസസ് ലവ്സ് യു. അപ്പൊ കർത്താവ് എല്ലാരും അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഗോഡ് ബ്ലസ് യു. യെസ്, ആമേൻ, ആമേൻ. അങ്ങനെ എന്റെ സഹോദരനാണ്, എന്റെ ബ്രദറാണ്. ഫോട്ടോ അഭി താങ്ക് യു. ഗോഡ് ബ്ലസ് യു. वापस लाइव चलता है. अच्छा ठीक है, वापस ഓക്കെ. അപ്പൊ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇത് എല്ലാരോടും ക്രിസ്തുവിന്റെ സ്നേഹം പറയുവാൻ നല്ലൊരു അവസരമായിട്ടൂടെ കിട്ടി. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നോണം, ദൈവം കൂടെ ഇരിക്കും. ഞാന് ഇന്ന് ഈ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ചാർമിനാറിൽ നിന്നും, ഹൈദരാബാദിൽ ചാർമിനാറിന് മുമ്പിൽ നിന്നും സൈനിങ് ഓഫ്. ഗോഡ് ബ്ലസ് യു. അപ്പൊ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രിയില് ഞാന് തിരിച്ച് ബോംബെക്ക് പോകും. അവിടുന്ന് മറ്റേനാൾ രാവിലെ തിരിച്ച് കേരളത്തിൽ വരും. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.